18 5-ാം മാസം 2011 മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഇപ്പോൾ വായിക്കുന്നത് എൻ്റെ മാതാവ് എന്ന് നിജു ഭാരതം. അരനൂറ്റാണ്ടിനു ശേഷം നോവലുകളുടെ അമ്മ എം. മുകുന്ദൻ എഴുതിയത്. അരനൂറ്റാണ്ടിനു ശേഷം ഇപ്പോൾ തുലാവർഷം നനവു ചാർത്തിയ രാത്രിയിൽ വിക്ടോർ ഹ്യൂഗോയുടെ പാവങ്ങൾ ഞാൻ കയ്യിലെടുത്തിരിക്കുകയാണ്. ഗൃഹാതുരത്വത്തോടെയാണ് ഞാൻ അതിൻ്റെ താളുകൾ മറിച്ചു നോക്കുന്നത്. എല്ലാ നോവലുകളുടെയും അമ്മയാണ് പാവങ്ങൾ. ആദ്യമായി ഈ നോവൽ വായിച്ച നാളുകളിലേക്ക് ഓർമ്മകൾ കണ്ണു തുറക്കുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ള നോവലല്ലേ ഇത്? ഇത്രയധികം ഭാഷകളിൽ വിവർത്തനം ചെയ്തിട്ടുള്ള മറ്റൊരു നോവലില്ലല്ലോ. ഇപ്പോഴും പാവങ്ങൾക്ക് പുതിയ മൊഴിമാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇന്നും വ്യത്യസ്തമായ രാജ്യങ്ങളിലെ വ്യത്യസ്തമായ സാംസ്കാരിക പരിസരങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ പാവങ്ങൾ വായിക്കുന്നുണ്ട്. ലോകത്തിൽ 2 തരം പൗരന്മാരുണ്ടെന്ന് പറയുന്നു: പാവങ്ങൾ വായിച്ചിട്ടുള്ളവരും വായിക്കാത്തവരും. പാവങ്ങൾ വായിച്ചിട്ടില്ലാത്തവർ നിരക്ഷരെ പോലെയാണ്. അവരുടെ ആത്മാവിൽ ദാരിദ്ര്യമുണ്ടാകും. അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിച്ചതുകൊണ്ട് മാത്രം ആരും അക്ഷരാഭ്യാസമുള്ളവരായി മാറുന്നില്ലല്ലോ. പാവങ്ങൾ വായിക്കുക കൂടി ചെയ്യണം. കാരണം 1.5 നൂറ്റാണ്ടിലേറെയായ ആത്മോന്നമനത്തിന് ആവശ്യം വായിക്കേണ്ട പുസ്തകങ്ങളിൽ ഒന്നാണ് പാവങ്ങൾ. പാവങ്ങൾ വായിച്ച നാളുകൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് എനിക്ക് 14-15 വയസ്സായി കാണും. അക്കാലം എൻ്റെ വീട്ടിനരികിൽ നല്ലൊരു ഗ്രന്ഥശാലയുണ്ടായിരുന്നു. മയ്യഴി പുഴയുടെ തീരങ്ങളിൽ പറയുന്ന വിജ്ഞാപന പോഷണി വായനശാലയാണത്. പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ പുറത്തിറങ്ങിയാൽ ഉടനെ അതൊക്കെ ഞങ്ങളുടെ ഈ വായനശാലയിൽ എത്തുമായിരുന്നു. അങ്ങനെയാണ് വിക്ടോർ ഹ്യൂഗോയുടെ പാവങ്ങളുടെ ഒരു കോപ്പി അവിടെ വന്നത്. നാലപ്പാട്ട് നാരായണമേനോൻ വിവർത്തനം ചെയ്ത് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചതായിരുന്നു അത്. പ്രസിദ്ധീകരിച്ച് വൈകാതെ തന്നെ അതിന് 1959 പുതിയ പതിപ്പുണ്ടാകുകയും ചെയ്തു. കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ മാതൃഭൂമി പാവങ്ങൾ പുനഃപ്രസിദ്ധീകരിക്കുന്നുവെന്ന് അറിഞ്ഞപ്പോൾ ഞാനത് വായിച്ച നാളുകളിലേക്ക് മനസ്സുകൊണ്ട് ഒരു മടക്കയാത്ര നടത്തുകയായിരുന്നു. ഞാൻ ആദ്യം ചെയ്തത് ഞങ്ങളുടെ പഴയ വായനശാലയിൽ ചെന്ന് ഈ നോവൽ ഇപ്പോഴും അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയായിരുന്നു. ഉണ്ട്, ഇപ്പോഴും അത് അവിടെയുണ്ട്. പൊടി പിടിച്ച ചില്ലലമാരയിൽ നിന്ന് 2 വോള്യങ്ങളുള്ള നോവൽ പുറത്തെടുത്തപ്പോൾ ആദ്യം അറിഞ്ഞത് പഴയ കടലാസിൻ്റെ മണമാണ്. മയ്യഴിയിലെ എൻ്റെ തലമുറ ആർത്തിയോടെ വായിച്ച പുസ്തകമാണത്. അരനൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ടെങ്കിലും കടലാസിൻ്റെ നിറം മങ്ങിയെങ്കിലും അതിന് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. ചില താളുകളിൽ നനവുണങ്ങിയതുപോലെ കാണപ്പെട്ടു. വായനക്കാരുടെ കണ്ണീർ വീണുണങ്ങിയതാവാം ആ അടയാളങ്ങൾ. അരനൂറ്റാണ്ടുകാലം ഉറകുത്താതെ ഈ പുസ്തകത്തെ സംരക്ഷിച്ചത് വായനക്കാരുടെ കണ്ണീരായിരിക്കുമോ? അന്ന് മുണ്ടുടുത്ത് നടക്കാൻ പഠിക്കുന്ന കാലത്ത് രാവും പകലും ഊണും ഉറക്കവുമില്ലാതെയാണ് ഞാൻ പാവങ്ങൾ വായിച്ചു തീർത്തത്. ഇപ്പോൾ അതൊക്കെ ഓർക്കുന്നത് ഒരു രസമാണ്. ഇന്ന് അമ്മട്ടിലുള്ള വായനയില്ലല്ലോ. പുസ്തകം വായിച്ചു മുഴുമിച്ചെങ്കിലും അതുടനെ മടക്കി കൊടുക്കാൻ തോന്നിയില്ല. അവസാന തീയതി കഴിഞ്ഞു വരുന്ന ഓരോ ദിവസത്തിനും 3 പൈസ വീതം പിഴയടയ്ക്കണം. 10-30 പൈസ ഞാൻ അടയ്ക്കുകയുണ്ടായി. 30 പൈസ അന്ന് നിസ്സാരമായ ഒരു തുക ആയിരുന്നില്ല. അതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. പിഴയോടൊപ്പം വളരെ വിഷമത്തോടെയാണ് ഞാൻ പുസ്തകം തിരിച്ചു കൊടുത്തത്. സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ മോഹിച്ച ആദ്യത്തെ പുസ്തകം അതായിരുന്നു. പാവങ്ങൾ വായിക്കുമ്പോൾ വിക്ടോർ ഹ്യൂഗോ ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അദ്ദേഹം ജീവിച്ച കാലവും ആ കാലത്തിൻ്റെ ചരിത്രവും എനിക്ക് അന്യമായിരുന്നു. തുടർന്ന് ഡൽഹിയിലെത്തിയപ്പോൾ ഞാൻ മൂലകൃതി ഫ്രഞ്ചിൽ വായിച്ചു. പാവങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും വിമർശനങ്ങളും വായിച്ചു. അങ്ങനെയാണ് പാവങ്ങൾ വെറും ഒരു നോവലല്ലെന്നും 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യദശകത്തിലെടുത്ത കാലത്തിൻ്റെ ഒരു കാർബൺ കോപ്പിയാണതെന്നും മനസ്സിലായത്. ആ അറിവ് പാവങ്ങളുടെ വായന അനുഭവത്തെ സമ്പന്നമാക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്തു.
വിക്ടോർ യൂഗോവിനെക്കുറിച്ചുള്ള ഒരു ഫോട്ടോ പ്രദർശനവും ഒരിക്കൽ കാണുവാനിടയായി. യൂഗോവിന് ചർമ്മ അലർജി കാരണം ക്ഷൗരം ചെയ്യുവാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം താടി വളർത്തിയത്. ഫോട്ടോ എക്സിബിഷനിൽ നിന്ന് കിട്ടിയ വിവരമാണിത്. 1845 വിക്ടോർ യൂഗോ പാവങ്ങൾ എഴുതി തുടങ്ങിയത്. തുടർന്ന് എഴുത്തുപേക്ഷിക്കുകയും ചെയ്തു. 15 വർഷത്തിന് ശേഷം 1860 വീണ്ടും എഴുതാൻ തുടങ്ങി. പാവങ്ങളുടെ പ്രസിദ്ധീകരണം പുസ്തക പ്രസാധന ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു സംഭവമാണ്. പാവങ്ങളുടെ ആദ്യ ഭാഗം 1862 ഏപ്രിൽ 3 പ്രസിദ്ധീകരിച്ചത്. അത് വായിച്ച ആവേശം കൊണ്ട വായനക്കാർ നോവലിൻ്റെ തുടർഭാഗങ്ങൾക്കായി കാത്തിരുന്നു. 2-3 ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന കൊടും ശൈത്യമുള്ള മെയ് 15 രാവിലെ 6 മണി മുതൽ വലിയ ആൾക്കൂട്ടങ്ങൾ ബുക്ക് ഷോപ്പുകൾക്ക് മുൻപിൽ മഞ്ഞിൽ വിറച്ച് കാത്തു നിൽക്കുകയായിരുന്നു. അതേ വർഷം ജൂൺ 30 ബാക്കി 2 ഭാഗങ്ങളും പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അപ്പോഴേക്ക് ഫ്രാൻസ് മുഴുവൻ പാവങ്ങൾ സംസാര വിഷയമായി തീർന്നു. ഇതിനു മുൻപ് ഒരു നോവലും ഒരു ജനതയെയും ഒരു രാജ്യത്തെയും ഇങ്ങനെ ആവേശം കൊള്ളിച്ചിട്ടില്ലായിരുന്നു. വിശക്കുന്ന അനുജത്തിക്ക് വേണ്ടി അപ്പം മോഷ്ടിച്ചതിൻ്റെ പേരിൽ 1795 തടവിലാക്കപ്പെട്ട ഴാങ് വാൽഴാങ് ആണ് പാവങ്ങളിലെ കഥാനായകൻ. നീണ്ട 20 വർഷം ഴാങ് വാൽഴാങ് ജയിലിൽ ചെലവഴിച്ചു. 1815 ജയിലിൽ നിന്ന് മോചിതനാകുന്നത് മുതൽ 1833 മരിക്കുന്നതുവരെയുള്ള ഴാങ് വാൽഴാങ്ങിൻ്റെ കഥയാണ് പാവങ്ങൾ പറയുന്നത്. എന്നാൽ ഇത് ഴാങ് വാൽഴാങ്ങിൻ്റെ കഥ മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെയും ഒരു കാലത്തിൻ്റെയും മഹാഗാഥയാണ് പാവങ്ങൾ. അതിൽ ചരിത്രമുണ്ട്, പ്രതിരോധമുണ്ട്, ദാരിദ്ര്യമുണ്ട്, ചൂഷണമുണ്ട്, സ്ത്രീപീഡനമുണ്ട്, നവോത്ഥാനമുണ്ട്, യുദ്ധമുണ്ട്, സോഷ്യലിസമുണ്ട്, പ്രണയമുണ്ട്, രാഷ്ട്രീയമുണ്ട്, നൈതികതയുണ്ട്, ഭൂമിശാസ്ത്രമുണ്ട്, വാസ്തുശില്പമുണ്ട്. ലോകത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് കഥാപാത്രം പാവങ്ങളിലെ വിദ്യാർത്ഥി മരിയൂസാണ്. പാവങ്ങളിൽ ഇല്ലാത്തതായി ഒന്നുമില്ല. അതുകൊണ്ടാണ് 1862 അക്കാലത്തെ ഫ്രഞ്ച് സാഹിത്യ വിമർശകനായ ആൽബേർ ഗ്ലത്തിഞ്ഞി ഇങ്ങനെ എഴുതിയത്: പാവങ്ങൾ ഒരു പർവ്വതം പോലെയാണ്. അതിൻ്റെ ഭയാനകമായ വലിപ്പക്കാഴ്ച നമ്മെ ആന്തരികമായി തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. പാവങ്ങളുടെ മുൻപിൽ നമ്മൾ വിറയലോടെ കാൽമുട്ടിൽ വീഴുന്നു. പാവങ്ങൾക്കെതിരായി വിമർശകർ സംസാരിക്കുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഫ്രഞ്ച് സമൂഹത്തിൻ്റെ ലളിത വത്കരണവും ആഖ്യാനത്തിൽ സംഭവിച്ച പാളിച്ചകളുമാണ് പാവങ്ങളുടെ പോരായ്മകളായി അവർ ചൂണ്ടിക്കാട്ടിയത്. നോവൽ പ്രസിദ്ധീകരിച്ച് 1.5 നൂറ്റാണ്ട് കഴിഞ്ഞ് ഇന്നും പാവങ്ങൾക്കെതിരായി വിമർശനമുണ്ട്. എക്കാലത്തും വൈകാരികതയെയും കാൽപ്പനികതയെയും തിരസ്കരിച്ചിട്ടുള്ള ഒരു സംവേദന പൈതൃകം ഫ്രഞ്ചുകാർക്കുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നോവലിനെ പാരായണക്ഷമമാക്കുന്നത് അതിലെ വൈകാരികതയല്ല, ബൗദ്ധിക തലമാണ്. ഫ്രാൻസിലെ വായന സമൂഹം മഹാപ്രതിഭാശാലികളെപ്പോലും ചോദ്യം ചെയ്യാനും തമസ്കരിക്കുവാനും മടിക്കാത്തവരാണ്. ഒരു കാലം ഫ്രഞ്ച് സർഗാത്മകതയെ ജലിപ്പിച്ച സാർത്രിനെ പോലും അവർ തമസ്കരിച്ചുവല്ലോ. പാവങ്ങൾ ഇന്നും ലോകം വായിക്കുന്നു എന്നത് തന്നെയാണ് ഈ കൃതിയെ മഹത്വവൽക്കരിക്കുന്നത്. ഈ വർഷം സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച മരിയോ വർഗാസ് ലോസ ഒരിക്കൽ പാവങ്ങളെ അടയാളപ്പെടുത്തി സംസാരിക്കുകയുണ്ടായി. ഒരു കാലത്ത് സാർട്ട് തൻ്റെ ഹരമായിരുന്നുവെന്നും എന്നാൽ ഇന്ന് സെയിൻ റെനെ ഒഴിച്ച് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയും വായിക്കാൻ കൊള്ളാവുന്നതല്ലെന്നും ലോസ പറഞ്ഞു. അതേസമയം പാവങ്ങളുടെ വായനാ സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ലോസ പറഞ്ഞു. സാങ്കേതികമായി വിലയിരുത്തുമ്പോൾ പാവങ്ങളിൽ ന്യൂനതകൾ കണ്ടേക്കാം. പക്ഷേ പാവങ്ങളിൽ നിറഞ്ഞൊഴുകുന്ന മനുഷ്യ സ്നേഹവും
നീതിബോധവും കാരുണ്യവും അതിൻ്റെ എല്ലാ രചനാപരമായ പോരായ്മകളെയും മറികടക്കുന്നു. പാവങ്ങളെ എക്കാലത്തെയും മഹത്തായ നോവലാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇന്നും ഫ്രാൻസിൽ ഴാങ്വാൾ സ്റ്റാങ്ങിനെയും കൊസത്തിനെയും മരിയൂസിനെയും അറിയാത്ത ഒരു കുട്ടി പോലും ഉണ്ടാകില്ല. വായിച്ച 50 കൊല്ലം കഴിഞ്ഞിട്ടും ഴാങ്ങും കൊസത്തും ഗൗറോഷുമെല്ലാം എൻ്റെ മനസ്സിലും മായാതെ നിൽക്കുന്നു. പുസ്തകങ്ങൾ ഉള്ളിടത്തോളം കാലം പാവങ്ങളും അതിലെ കഥാപാത്രങ്ങളും നിലനിൽക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പാവങ്ങൾ അവസാനിക്കുന്നത് ഴാങ്ങിൻ്റെ മരണത്തോടെയാണ്. അരികിൽ കൊസത്തും മരിയൂസുമുണ്ട്. ഴാങ് അവരോട് പറയുന്നു, എൻ്റെ കാഴ്ച മങ്ങുന്നു, എൻ്റെ കുട്ടികളെ എൻ്റെ അടുത്ത് വരൂ, ഞാൻ സന്തോഷത്തോടെ കണ്ണടയ്ക്കട്ടെ. കൊസത്തും മരിയൂസും ഹൃദയം തകർന്ന് കണ്ണീർ കൊണ്ട് ശ്വാസം മുട്ടി ഴാങ്ങിൻ്റെ ഓരോ കൈക്കടുത്തായി മുട്ടുകുത്തിയിരുന്നു. ആ കൈകൾ അനങ്ങാതെയായി. പിന്നോക്കം വീണ അയാളുടെ മുഖത്തിന് മെഴുകുതിരി വെളിച്ചം തിളക്കം ചാർത്തി. ഈ വരികൾ വായിച്ചിട്ട് എത്രയോ ആളുകളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. 50കളിൽ നാലപ്പാട്ട് നാരായണമേനോൻ്റെ വിവർത്തനം മലയാളത്തിൽ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചതു മുതൽ പാവങ്ങൾ മലയാളി അവബോധത്തിൽ സ്ഥാനം പിടിക്കുകയും സ്വാധീനം ചെലുത്തുകയും ചെയ്തിരുന്നു. പിന്നീട് പുതിയ ആശയങ്ങളുടെയും ചിന്താസരണികളുടെയും തള്ളിക്കയറ്റത്തിൽ പാവങ്ങൾ മുഖ്യധാരയിൽ നിന്ന് അകന്നു പോകുകയായിരുന്നു. ഈ പുനഃപ്രകാശനം പാവങ്ങളെ നമ്മുടെ ഇടയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. കാരണം ഭൂമിയിൽ അജ്ഞതയും കഷ്ടപ്പാടും ഉള്ളിടത്തോളം കാലം പാവങ്ങൾ പോലുള്ള ഒരു നോവലിൻ്റെ പ്രസക്തി ഇല്ലാതാകുന്നില്ല. വിക്ടോർ യൂഗോവിൻ്റെ സ്വന്തം വാക്കുകളാണിവ. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പുസ്തകമാണിത്. നിരാർദ്രമായ സമകാലീന മലയാളി സമൂഹം ഇത് വായിക്കണം. അതവരെ ആർദ്ര മനസ്കരാക്കാതിരിക്കില്ല. മറക്കുവാനും മാപ്പ് കൊടുക്കുവാനും അത് നമ്മെ സഹായിക്കും. പുരാണങ്ങളിൽ പറയുന്ന സരസ്വതീ നദി പോലെയാണ് പാവങ്ങൾ. ഒരിക്കൽ വായിച്ചു കഴിഞ്ഞാൽ അദൃശ്യമായി അതെന്നും കരകളെ നനച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒഴുകിക്കൊണ്ടേയിരിക്കും.